നമ്മുടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുറേ ഫിഗേഴ്സ് പഠിച്ചിട്ടുണ്ട്. ചില ഫിഗേഴ്സിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയും പഠിച്ചിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ പഠിച്ചിട്ടുണ്ട്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയയുടെ ഫോർമുല എന്താ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു 3 ഈക്വൽ ടു 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡിൽ പാർട്ടിൽ കൂടെ ഒരു ലൈൻ വരച്ചു. ഒരു ലൈൻ വരച്ചപ്പോൾ നമുക്ക് 2 റെക്റ്റാങ്കിൾസ് കിട്ടി. ഈ 2 റെക്റ്റാങ്കിൾസും ഈക്വൽ ആണോ? ഈക്വൽ ആണോ നോക്കാൻ ഞാനൊരു റെക്റ്റാങ്കിൾ പീസ് എടുത്തു. പേപ്പറിൻ്റെ ഒരു പീസ്, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തു. മിഡിലിൽ ലൈൻ വരച്ചു. മിഡിലിൽ ലൈൻ വരച്ചപ്പോൾ നമുക്ക് 2 റെക്റ്റാങ്കിൾസ് കിട്ടി. ഈ 2 റെക്റ്റാങ്കിൾസും ഈക്വൽ ആണോ നോക്കാൻ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ ഇത് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ 2 റെക്റ്റാങ്കിൾസും ഈക്വൽ ആണ്. ഈ 2 റെക്റ്റാങ്കിളിൻ്റെയും ഏരിയാസ് ഈക്വൽ ആണ്. ഈ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ആണ്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ മിഡിൽ കൂടെ ഒരു ലൈൻ വരച്ചപ്പോൾ 2 റെക്റ്റാങ്കിൾസ് കിട്ടി. ആ 2 റെക്റ്റാങ്കിൾസും ഈക്വൽ ആണ്. 2 റെക്റ്റാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആണ്. ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ആണ്. അങ്ങനെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ആണ്. ദാറ്റ് മീൻസ് 1/2 ഇൻറ്റു 4 ഇൻറ്റു 3. 4 ഇൻറ്റു 3 ആണ് വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഹാഫ് ഓഫ് ദാറ്റ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഏരിയ ഓഫ് ദിസ് ബിഗ് റെക്റ്റാങ്കിൾ ഈസ് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. റെക്റ്റാങ്കിളിൻ്റെ മിഡിൽ കൂടി ലൈൻ വരച്ചപ്പോൾ റെക്റ്റാങ്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കി, അതായത് ഹാഫ് ആക്കി. ഇനി വേറെ ഏതെങ്കിലും വിധത്തിൽ റെക്റ്റാങ്കിളിനെ ഹാഫ് ആക്കാൻ പറ്റുമോ? നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്ററും. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ ടു 10 ഇൻറ്റു 8 ഈക്വൽ ടു 80 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ഈ റെക്റ്റാങ്കിളിനെ എങ്ങനെ ഹാഫ് ആക്കാം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് മിഡിലിൽ ഒരു ലൈൻ വരച്ചു. അല്ല, വേറെ ഏതെങ്കിലും വിധത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹാഫ് ആക്കിയ ഫിഗേഴ്സ് റെക്റ്റാങ്കിൾ തന്നെയാണോ അത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ കോർണറിൽ നിന്ന് കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചു. കോർണറിൽ നിന്ന് കോർണറിലേക്ക് ലൈൻ വരച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? റെക്റ്റാങ്കിൾ അല്ല കിട്ടിയത്, ട്രയാങ്കിൾസ് ആണ് കിട്ടിയത്. 2 ട്രയാങ്കിൾസ് കിട്ടി. ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണോ? നമുക്ക് പേപ്പറിൽ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞാൻ റെക്റ്റാങ്കിൾ പീസ് എടുത്തു. അതിൻ്റെ കോർണറിൽ നിന്ന് ലൈൻ വരച്ചത്. ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയില്ല ഇത് ഈക്വൽ ആണോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈനിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ 2 പീസസ് ആണ് കിട്ടിയത്. ഇത് ഈക്വൽ ആണോ നോക്കാൻ ഒന്നൊന്നിൻ്റെ മുകളിൽ വെച്ച് നോക്കി. അപ്പോൾ രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വലും ആണ്. ഈ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വലും ആണ്. ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വൽ ആണ്. ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിനെ ഹാഫ് ആക്കിയപ്പോൾ ഇങ്ങനെ 2 ട്രയാങ്കിൾസ് ആണ് കിട്ടിയത്. ഈ ട്രയാങ്കിൾസിൻ്റെ ഇവിടുത്തെ ലെങ്ത് 10 സെൻറ്റിമീറ്ററും ഇവിടുത്തെ ലെങ്ത് 8 സെൻറ്റിമീറ്ററുമാണ്. ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫുമാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഓഫ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 10 ഇൻറ്റു 8, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8. ഈ റെക്റ്റാങ്കിൾ നോക്കുമ്പോൾ റെക്റ്റാങ്കിളിലെ ഓരോ വെർട്ടക്സിലും ആംഗിൾസ് എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ട്രയാങ്കിൾ കിട്ടിയ ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിൻ്റെ അർത്ഥം ഈ ലൈനും പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഈ 2 ലൈനും പെർപെൻഡിക്കുലർ
ലൈൻസ് ആണ്. അപ്പൊ ഈ രണ്ട് സൈഡ്സും പെർപെൻഡിക്കുലർ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ ആംഗിൾ നമ്മൾ എന്താ പറയുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. ഈ സൈഡും പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. That means area of a right angle triangle is half of the product of perpendicular sides. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ പ്രോഡക്റ്റിന്റെ ഹാഫ് ആണ് ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. Therefore area of right angle triangle is half of product of two perpendicular sides. ഇപ്പൊ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ ഫോർമുലയിൽ പറയുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ആംഗിൾ ഇവിടെ 90 ഡിഗ്രി, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. ബേസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ബി, ഇത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് ആണ്. ഓൾട്ടിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യുന്നത് എച്ച്. അപ്പോൾ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ഓഫ് ഇതിന്റെ പ്രോഡക്റ്റ് ബി ഇൻറ്റു എച്ച്. അപ്പോൾ ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോർമുലയിൽ പറയുകയാണെങ്കിൽ ഹാഫ് ബി എച്ച്. ബി ഈസ് ദ ബേസ് ആൻഡ് എച്ച് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ്. ഇതിനെ കുറച്ച് പ്രോബ്ലം ചെയ്തു. പേജ് നമ്പർ 70 ഒരു ട്രയാങ്കിൾ തന്നുണ്ട്, അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ട്രയാങ്കിൾ ബേസ് താഴെ ഇരിക്കുന്ന മുകളിലാണ്. എങ്ങനെയായാലും ഈ രണ്ട് സൈഡും ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പൊ ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡും. അപ്പൊ ഏരിയ എന്താ? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു നെക്സ്റ്റ് സൈഡ് 10. ക്യാൻസൽ ചെയ്യാൻ 2 6 എത്ര ടൈമാണ്? 3 ടൈം. ക്യാൻസൽ ആയിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു 3 ഇൻറ്റു 10 30 സ്ക്വയർ സെന്റിമീറ്റർ ഇസ് ആൻസർ. നെക്സ്റ്റ് ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു സൈഡ് 3.5 5 സെന്റിമീറ്ററും. ഈ രണ്ട് സൈഡാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പൊ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3.5 ഇൻറ്റു 5. ഇവിടെ ഡെസിമൽ നമ്പർ ആണ്. ഡെസിമൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തത് 35 ഇൻറ്റു 5 5 ഇൻറ്റു 5 25 ടു 17 175. ഒരു ഡെസിമൽ പ്ലേസസ് റൈറ്റ് സൈഡിൽ നിന്ന് പോയിന്റ് നീക്കി. അപ്പോൾ 17.5 that is equal to 17.5 by 2. 17.5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 17 എത്ര ടൈമാണ്? 8 ടൈം. 16 1 ബാലൻസ്. ഇനി അടുത്തത് പോയിന്റ് ആണ്. അപ്പോൾ പോയിന്റ് ആവുമ്പോൾ പോയിന്റ് എവിടെ ഇടുക? മുകളിൽ. 5 താഴേക്ക് എത്തി. 15 എത്ര ടൈമാണ്? 7 ടൈം. 14 1 ബാലൻസ് വന്നു. 0 2. ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 0 ഇടാം. 10 എത്ര ടൈമാണ്? 5 ടൈം. അപ്പോൾ ആൻസർ 8.75. നെക്സ്റ്റ് ട്രയാങ്കിൾ 2 സൈഡ്സ് തന്നിട്ട് 6 സെന്റിമീറ്ററും 4.5 സെന്റിമീറ്ററും. ഏരിയ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു 4.5 ഇൻറ്റു 6. ഡെസിമലുള്ള നമ്പറാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 ഇൻറ്റു 6. 6 ഇൻറ്റു 5 30. 3 0 എഴുതി. 3 6 ഇൻറ്റു 4 24 പ്ലസ് 3 27. പോയിന്റ് 1 ഡെസിമൽ പ്ലേസ് ഉണ്ട് ഇവിടെ. റൈറ്റ് സൈഡിൽ നിന്ന് 1 ഇടുമ്പോൾ പോയിന്റ് 0. ദാറ്റ് മീൻസ് 27 ഇസ് ദ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 27. ദാറ്റ് ഈസ് 27/2. ഈ 27നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 27/2. 2 1 ടൈം 2 0 7. 7 എത്ര ടൈമാണ്? 3 ടൈം. 6 1 റിമൈൻഡർ വരുമ്പോൾ നമുക്ക് ഡെസിമൽ നമ്പറിൽ എഴുതണമെങ്കിൽ ഇവിടെ പോയിന്റ് ഇട്ടു, ഒരു 0 ഇട്ടു. 5 ഇൻറ്റു 2 10. ആൻസർ 13.5 സ്ക്വയർ സെന്റിമീറ്റർ. നെക്സ്റ്റ് ഫിഗർ ഒരു ട്രയാങ്കിൾ അല്ല, ട്രയാങ്കിളും ഉണ്ട് റെക്റ്റാങ്കിളും ഉണ്ട്. ഒരു ഷേപ്പ്. ഈ ഷേപ്പ് എന്താ പേര് അറിയോ? പാരലോഗ്രാം. നമുക്ക് ഏരിയ എഴുതാൻ ഈസി ആയിട്ട് എഴുതാൻ ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് ഫിഗർ, തേർഡ് ഫിഗർ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ഫസ്റ്റ് വൺ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് 2 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും. അപ്പോൾ 1/2 ഇൻറ്റു 2 ഇൻറ്റു 5. ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ 1/2 ഇൻറ്റു 2 ഇൻറ്റു 5. ഈ 2 ഡിനോമിനേറ്ററിലാണ്, ഈ 2
ന്യൂമറേറ്ററിലാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ഫിഗർ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ സെക്കൻഡ് ഫിഗർ റെക്റ്റാങ്കിൾ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും. അപ്പോൾ ഏരിയ ഈക്വൽ ടു 6 × 5 ഈക്വൽ ടു 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് തേർഡ് ഫിഗർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. 2 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത്. അപ്പോൾ ഏരിയ ഓഫ് തേർഡ് വൺ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 × 5. സെയിം തന്നെ രണ്ടും. ആൻസർ അറിയാൻ നമുക്കുണ്ട് 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. ടോട്ടൽ ഫിഗറിന്റെ ഏരിയ കാണാൻ 5 + 30 + 5 ഈക്വൽ ടു 40 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ 3 ഫിഗർ ഉണ്ട് ഇതിൽ. 3 ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഫിഗർ ഇതാണ്. നെക്സ്റ്റ് ഫിഗറിൽ ഒരു റെക്റ്റാങ്കിളും ഉണ്ട്, 2 ട്രയാങ്കിൾസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ മാർക്ക് ചെയ്തു. ഈസി ആയിട്ട് ചെയ്യാനായിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വൺ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഓൾട്ടിറ്റ്യൂഡ് 3 സെൻറ്റിമീറ്റർ, അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് 1 ഉം 3, 1 × 3 ഈക്വൽ ടു ആൻസർ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 1 1, 1 × 3 3 ബൈ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. 3/2 എന്നുള്ളത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അതിനെ മിക്സറിലേക്ക് കൺവെർട്ട് ചെയ്യും. മിക്സറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ എങ്ങനെയാണ്? 3/2 ചെയ്തു. 1 2 1, അതായത് 1 and 1/2. നെക്സ്റ്റ് ഫിഗർ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ ഏരിയ 4 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും. അപ്പോൾ 4 × 3 ഈക്വൽ ടു 12. നെക്സ്റ്റ് തേർഡ് വൺ ട്രയാങ്കിൾ ആണ്. ഇത് സെയിം ട്രയാങ്കിൾ അല്ല രണ്ടും. ഇവിടെ ബേസ് 1 സെൻറ്റിമീറ്ററും ഇവിടെ ബേസ് 2 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഏരിയ ഓഫ് തേർഡ് ട്രയാങ്കിൾ ഈസ് 1/2 × 2 × 3. ഇവിടെ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം, ഈക്വൽ ടു 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ കാണാൻ ഈ 3 ഏരിയയും കൂടി ആഡ് ചെയ്യണം. ടോട്ടൽ ഫിഗറിന്റെ ഏരിയ ഈസ് 1/2 + 12 + 3. 1 and 1/2 ഉള്ളത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഹോൾ നമ്പർ പാർട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 1 + 12 13 + 3 16 and 1/2, 16 and 1/2. നെക്സ്റ്റ് ഫിഗർ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഉണ്ട്, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഫോർമുല മാത്രമേ നമുക്ക് അറിയുള്ളൂ, അത് വെച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് വൺ 1/2 × 3 × 6, 1/2 × 3 × 6. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ 2 × 3 6. കട്ട് ചെയ്യാൻ പഠിച്ചാൽ ഈസി ആയിട്ട് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യണം, അപ്പോൾ സമയമൊക്കെ പോകും. 3 × 3 ഈക്വൽ ടു 9 സ്ക്വയർ. 3 × 3 ഈക്വൽ ടു 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. അതിൻ്റെയും ഈ സൈഡ് 6 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 2 × 6. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ 9 + 6, രണ്ടിൻ്റെ ഏരിയ ഈക്വൽ ടു 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് പ്രോബ്ലം ഒരു ട്രയാങ്കിൾ തന്നെയാണ്. ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരച്ച് അതിനെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആക്കി മാറ്റി ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണാൻ ഇത് ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ. ഫസ്റ്റ് വണ്ണിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു 2 × പെർപെൻഡിക്കുലർ സൈഡ് 7, 2 × 2 ക്യാൻസൽ ചെയ്തു, ആൻസർ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ. സെക്കൻഡ് വൺ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഹാഫ് ഇൻറ്റു 4 × 7. ഈ 2 4 ഉണ്ട് ഇവിടെ, 2 4 എത്ര ടൈമാണ്? 2 ടൈം. അപ്പോൾ കട്ട് ചെയ്തു, 2 എഴുതി. 7 × 2 14. ഇനി ടോട്ടൽ ഫിഗറിന്റെ ഏരിയ കാണാനായിട്ട് ആഡ് ചെയ്യുക. 7 + 14 ഈക്വൽ ടു 21 സ്ക്വയർ സെൻറ്റിമീറ്റർ.
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയുമെന്ന് വെച്ചാൽ ആർക്കും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നല്ല സ്കോർ വന്നു.